അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2-3 ദിവസം മുമ്പ് എന്നെ കാണാൻ വേണ്ടി ഒരു ഉമ്മയും മകനും ഇവിടെ വന്നിരുന്നു. അവരുടെ ചെറിയ പ്രയാസം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആ വന്ന ആ അവസ്ഥ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. കാരണം ആ ഉമ്മാക്ക് എന്തൊക്കെയോ എന്നോട് പറയണമെന്നുണ്ട്. പക്ഷേ ഈ മകൻ അടുത്തിരുന്നിട്ട് ഇങ്ങനെ പേടിപ്പിക്കുക, കണ്ണുരുട്ടി കാണിക്കുക, ഒച്ച ഉണ്ടാക്കാൻ സംസാരിക്കാതെ. ആ ഉമ്മാക്ക് പറയുമ്പോൾ ഈ മകൻ എതിർത്ത് സംസാരിച്ചിട്ട് മിണ്ടാതിരിക്കാൻ പറയുക. അങ്ങനെ ഒരു ജയിലിലകപ്പെട്ട, ഒരു കൂട്ടിലകപ്പെട്ട കിളിയെപ്പോലെ ആ ഉമ്മ അങ്ങനെ ഒതുങ്ങി കൂടി നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഇന്ന് നമ്മുടെ മജ്ലിസിൽ വെച്ച് ബദ്രിയത്ത് ഉണ്ടായിരുന്നു. ബദ്രിയത്തിന് വേറൊരു ഉമ്മയും ചെറിയ കുട്ടിയൊക്കെ കൂടിയിട്ട് ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഈ കുട്ടി ഓടിക്കളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് അവിടെ ഇരുന്നു. ഈ ഉമ്മ എത്രയോ പ്രാവശ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയിട്ട് ഈ കുട്ടി എവിടെയെന്ന് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നത്. കാരണം കുട്ടി എങ്ങനെ റോട്ടിലേക്ക് പോവോ, പുറത്തേക്ക് പോവോ, അത്രയും മനസ്സിൽ ആ പേടി ആ മകനിൽ കണ്ട് അങ്ങനെ സംരക്ഷിച്ചിട്ട് ഉള്ള ഒരു ഉമ്മാനെയും ഞാൻ കണ്ടു. പറഞ്ഞു വന്നത്, നമ്മളെയൊക്കെ വളർത്താൻ ചെറുപ്പത്തിൽ ഒരുപാട് ഉറക്കമൊഴിച്ചവരാണ് നമ്മുടെ രക്ഷിതാക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാരൊക്കെ. നമ്മൾ കുറച്ചൊക്കെ വലുതായി തണ്ടും തടിയൊക്കെ ആയി എല്ലാത്തിനും കഴിവുള്ളവനായി എന്നൊരു തോന്നൽ വന്നാൽ നമ്മുടെ ഉമ്മാനൊക്കെ ചവിട്ടിത്തേക്കുന്ന, അവരുടെ വായ തുറക്കാൻ സമ്മതിക്കാത്ത രൂപത്തിലേക്ക് മാറിയാൽ റസൂലുള്ളാഹിൻ്റെ ഹദീസുകളൊക്കെ നമുക്കത് ബാധകമാവും. ഞാനിപ്പോൾ നേരത്തെ കിതാബ് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ഹദീസ് ഇങ്ങനെ കണ്ടു. എൻ്റെ ഓർമ്മ ശരിയാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതാണ് തോന്നുന്നു. ഏറ്റവും നല്ല അമൽ ഏതാണെന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് പോയി നിസ്കരിക്കുക. ബാങ്ക് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നിസ്കരിക്കുക. പിന്നെ ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, രക്ഷിതാക്കളെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതായത് രക്ഷിതാക്കളെ സംരക്ഷിക്കുക, രണ്ടാമത്തായിട്ട് പറഞ്ഞു. മൂന്നാമത്തതാണ് പറയുന്നത് എന്ത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീനിൻ്റെ എതിരായിട്ട് വല്ല പ്രവർത്തനം വന്നാൽ അതിനിറങ്ങി യുദ്ധം ചെയ്യണമെങ്കിൽ യുദ്ധം ചെയ്യണം. അതിനെതിരെ പ്രവർത്തിക്കാൻ പറ്റുന്ന നമ്മുടെ കഴിവിനനുസരിച്ചിട്ട് അതിനെ എതിർക്കണം. നിങ്ങൾ നോക്കണം അപ്പോൾ നിസ്കാരത്തിന് എത്രമാത്രം പ്രാധാന്യം നമ്മുടെ ദീനിലുണ്ട് എന്നുള്ളത്. ഏറ്റവും നല്ലത് ബാങ്ക് കൊടുത്ത ഉടനെ പോയി നിസ്കരിക്കുക, അതാണ് ഏറ്റവും നല്ല അമൽ. രണ്ടാമത്തത് പറഞ്ഞത് എന്താ, രക്ഷിതാക്കൾക്ക് വേണ്ട ഖിദ്മത്തുകളൊക്കെ ചെയ്യുക, അവരെ പരിഗണിക്കുക. മൂന്നാമത്തതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ രക്ഷിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളുടെ ഒക്കെ അവസ്ഥ വളരെ ദുഃഖമായിരിക്കും. ഒരു കാലത്തും രക്ഷപ്പെടുമെന്ന് ഒരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിൽ വേണ്ട. അവരുടെ കണ്ണ്, ഞാൻ വയത് പറയുമ്പോൾ പറഞ്ഞാണ്, അവരുടെ കണ്ണിൽ ഒരു തുണ്ട് വെള്ളം നമ്മൾ കാരണം വീഴേണ്ടി വന്നാൽ, നമ്മുടെ പ്രവർത്തനം കൊണ്ടോ നമ്മളവരെ വേദനിപ്പിച്ചതിൻ്റെ പേരിലോ ഒരു തുണ്ട് കണ്ണീര് അവരുടെ കണ്ണിൽ നിന്നും ചാടിയാൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാതെ നമ്മൾ ഈ ലോകത്ത് നിന്ന് പോവില്ല. എത്ര വലിയ മുതലാളിയാണെങ്കിലും എത്ര വലിയ കോടീശ്വരനാണെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊന്നും ഒരു ബറക്കത്തും ഉണ്ടാവില്ല. എത്ര വലിയ മുതലാളിയാണെങ്കിലും ആ കാശൊക്കെ പോകാൻ നിമിഷങ്ങൾ മതിയാകും. അപ്പോൾ രക്ഷിതാക്കളോടൊക്കെ പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ, രക്ഷിതാക്കളൊക്കെ വേദനിപ്പിക്കുന്നവരുണ്ടെങ്കിൽ, രക്ഷിതാക്കളോടൊക്കെ അപമര്യാദമായി സംസാരിക്കുന്നവരുണ്ടെങ്കിൽ ഒക്കെ ഈ വീഡിയോ കണ്ട് നമ്മുടെ ജീവിതമൊക്കെ ഇന്ന് മുതൽ മാറ്റുക. അള്ളാഹു നമ്മുടെ ജീവിതമൊക്കെ റാഹത്തുള്ള ജീവിതമാക്കി തരട്ടെ. അവരുടെ പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കൊക്കെ തന്ന ഏറ്റവും വലിയ നിധികളാണ് നമ്മുടെ രക്ഷിതാക്കളൊക്കെ. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പലരും പറഞ്ഞ് കേട്ടിട്ടുമുണ്ട്. എത്രയോ കവികൾ ഉമ്മാനെ കുറിച്ചിട്ട് ഉപ്പാനെ കുറിച്ചിട്ടൊക്കെ പാട്ടുകൾ എഴുതിയതൊക്കെ നമുക്ക് കാണാം. കനീവിൻ്റെ ഞാൻ പാട്ട് പറഞ്ഞില്ല. അപ്പോൾ അങ്ങനത്തെ ഇഷ്ടംപോലെ പാട്ടുകളൊക്കെ ഉണ്ട്. നല്ല മൈക്കൊക്കെ കിട്ടുമ്പോൾ ഇൻഷാ അല്ലാഹ് പാട്ട് പാടാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് ദുആലൊക്കെ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹസ്ബി റബ്ബി